അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം തന്നെ ഓടിയാ. ശ്രീ ഗോപാലകൃഷ്ണൻ, എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ്. എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മളിൽ ചിലരെ കുറിച്ച് ഇങ്ങനെ വർഗീയമായി, ഇങ്ങനെ വിഭാഗീയമായി, ഇങ്ങനെ വിദ്വേഷം പറയാൻ കഴിയുന്നത്? നരേന്ദ്രമോദി വിദ്വേഷം പറഞ്ഞു എന്നോ നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? നരേന്ദ്രമോദി പറഞ്ഞ ആ വിദ്വേഷത്തിന്റെ വരികൾ നിങ്ങളൊന്ന് പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ, ചോദ്യം ഇതേ ഉള്ളൂ. ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ എവിടെയാണ് മധ്യവർഗക്കാരിൽ നിന്നോ ആരിൽ നിന്നോ പിടിച്ചെടുക്കുന്ന സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകും എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കും സ്വത്തൊക്കെ എന്ന പരാമർശം എവിടെ നിന്ന് കിട്ടി? ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി അന്ന് ഈ പ്രസ്താവനയെ വ്യാഖ്യാനം ചെയ്തതിന് തൊട്ടടുത്ത ദിവസം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും അദ്ദേഹത്തിന്റെ ഓഫീസും വിശദമായ മറുപടി നൽകിയതാണ്. ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതോ ഇതോ അല്ല, എന്താണ് പശ്ചാത്തലം എന്ന് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പിന്നെയും 8 വർഷം കൂടി ഇന്ത്യ ഭരിച്ചു. ശ്രീ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഇതുപോലെ ഏതെങ്കിലും വിഭാഗത്തിന് സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്തോ? അതുപോട്ടെ, അനധികൃത കുടിയേറ്റക്കാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ആരെ കുറിച്ചാണ്? കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർ എന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ആരെ കുറിച്ചാണ്? നമ്മുടെ രാജ്യത്തെ ഏത് വിഭാഗത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത്? നാട്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് ഏതെങ്കിലും മതവിഭാഗത്തിന് മാത്രമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എന്നാ പിന്നെ ആ അഭിപ്രായം അങ്ങനെ സംശയത്തിന്റെ കാര്യമൊന്നുമില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. അങ്ങനെ അഭിപ്രായമുള്ളത് ആരാണ് എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. അല്ല, അങ്ങനെ ഒരു അഭിപ്രായമുള്ളത് ആർക്കാണെന്ന് ചരിത്രത്തിലുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ. താങ്കളുടെ പ്രധാനമന്ത്രിക്ക് അഭിപ്രായമുണ്ട്. ഗുജറാത്ത് കലാപത്തിന് ശേഷം ആർക്ക് അഭിപ്രായമുണ്ടെന്നല്ലേ താങ്കൾ ചോദിച്ചത്? അത് ഞാൻ പറയാം. ചരിത്രം പറയണം ശ്രീ ഗോപാലകൃഷ്ണൻ. താങ്കൾ ഇപ്പോൾ ചോദിച്ചത് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിനാണോ എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ്. നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദിക്ക് അഭിപ്രായമുണ്ട്, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിന് ശേഷം എന്തുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി എന്തിന് ഞാൻ ക്യാമ്പുകൾ തുറക്കണം, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളായിട്ടാണോ എന്നാണ് ചോദിച്ചത്. വ്യാഖ്യാനത്തിന്റെ കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ താങ്കളുടെ വ്യാഖ്യാനം പറയൂ. ശ്രീ ഗോപാലകൃഷ്ണൻ, ആരെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞത്, കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നമ്മളിൽ ആരെക്കുറിച്ചാണ്? താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഒന്നും ചെയ്യുന്നത്. നമ്മളിൽ ആരെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്? ആരെക്കുറിച്ച്? മൻമോഹൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിൽ വിശദീകരണം ആരും അറിയാതെ ഒരു വിശദീകരണം കൊടുത്തോണ്ടൊന്നും ആരും അറിയാത്ത വിശദീകരണമല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. അന്ന് പത്രം വായിച്ച, അന്ന് ചർച്ചകൾ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അതും വേണ്ടെങ്കിൽ വെറുതെ ഒന്ന് 2006 മൻമോഹൻ സിംഗിന്റെ സ്പീച്ചിനെ കുറിച്ച് താങ്കൾ പറയുന്ന പോലെ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അതിന്റെ പ്രതികരണം PMOയിൽ നിന്ന് വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ ഇപ്പോൾ PMOക്ക് നേതൃത്വം വഹിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് എന്തായാലും അത് അറിയാതിരിക്കാൻ സാധ്യതയില്ല. ആരെങ്കിലും ഏതെങ്കിലും സംവിധാനം, ഇന്നത്തെ രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും നിയന്ത്രണാധികാരമുള്ള സംവിധാനം പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിദ്വേഷമാണ് എന്ന് പറയുമോ? ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ ഇത് വിദ്വേഷമല്ല എന്ന് BJP പറഞ്ഞാൽ വിദ്വേഷമല്ല, ഇനിയും പറയും എന്ന് BJP പറഞ്ഞാൽ ഇനിയും പറയും. തുടക്കമാണ്, ട്രെയിലർ മാത്രമാണ്. സംശയമുണ്ടോ? ഇനിയും പറയും, ഒരു സംശയമില്ല. നിങ്ങളെ സംശയമില്ല ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ഇനിയും പറയും. അറിയാം. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലെ. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.